ട്രാവലിംഗ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വിതുര KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തെ ഒരു അടിപൊളി സ്ഥലമായ ബോണക്കാട്ടിലേക്കാണ്. നമ്മൾ വിതുരയിൽ നിന്ന് KSRTC ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം പ്രൈവറ്റ് വെഹിക്കിളുമായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് പാസും കാര്യങ്ങളൊക്കെ വേണം. ട്രിവാൻഡ്രം ടു ബോണക്കാട് ഡെയിലി 4 ബസ് സർവീസാണുള്ളത്. ബസ്സിൻ്റെ ടൈം ഞാൻ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. നമ്മൾ ഈ ബോണക്കാട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഐസർ സ്ഥിതി ചെയ്യുന്നത്. ഐസർ കഴിഞ്ഞാണ് ഈ വിതുരയിലെ ജേഴ്സി ഫാം ഉള്ളത്. ഈ കാണുന്നതാണ് കാണിത്തരം ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് നമ്മുടെ വാഴവന്തോൾ വാട്ടർഫാളിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തം വണ്ടിയിൽ വരുവാണെങ്കിലും ഇതുവരെ നമുക്ക് വരാൻ പറ്റും. ഇവിടെ നിന്ന് മുമ്പോട്ട് ബോണക്കാട്ടിലേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ പ്രത്യേക പെർമിഷനൊക്കെ വേണം. അപ്പോൾ നമ്മുടെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള KSRTC ബസ്സാണ്. അതാകുമ്പോൾ പ്രത്യേകിച്ച് പെർമിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുള്ള കാടിൻ്റെ ഭംഗി ആരംഭിക്കുന്നത്. ഒരുപാട് ഹെയർ പിൻ ബെൻറ്റുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണത്. നമ്മുടെ പത്തനംതിട്ടയിലെ ഗവിയെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കുഞ്ഞു യാത്ര. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്ത് ബോണക്കാട്ടിലേക്ക് ഡെയിലി 4 ബസ് സർവീസാണുള്ളത്. രാവിലെ 5 മണിക്കും 11 മണിക്കും ഉച്ചയ്ക്ക് 2:30ക്കും വൈകുന്നേരം 5:45. ഈ 5:45 വരുന്ന ബസ് ബോണക്കാട് സ്റ്റേ ആയിരിക്കും. അതുപോലെ തിരിച്ച് ബോണക്കാട് നിന്ന് രാവിലെ 6 മണിക്കും 7:55നും ഉച്ചയ്ക്ക് 1:50നും വൈകുന്നേരം 5:30നുമാണ് ബസ്സുകളുള്ളത്. ഈ 5:30ൻ്റെ ബസ് വിതുര ഡിപ്പോയുടെ ബസ്സാണ്. അത് വിതുര ബസ് സ്റ്റാൻഡ് വരെ പോകത്തുള്ളൂ. നമ്മളീ പോകുന്ന റൂട്ടിൽ കൊച്ചു കൊച്ചു അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. മഴ സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കാണും. അങ്ങനെ നമ്മൾ ഈ ചുരമൊക്കെ കയറി ബോണക്കാട്ടിലേക്ക് എത്തുമ്പോൾ മനോഹരമായ മലനിരകളുടെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളങ്ങനെ ഓൾഡ് ടീ എസ്റ്റേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വരുന്ന ബസ് ഇതുവരെ വരത്തുള്ളൂ. നമ്മൾ ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടീ ഫാക്ടറിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളീ കാണുന്നത്. പക്ഷേ ഇവിടെ വർക്കിംഗ് ഒക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഈ ഫാക്ടറിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാലവും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. പാലം നോക്കിയാണ് ഇവിടെ നമ്മളിനി അടുത്തായിട്ട് പോകാൻ പോകുന്നത് അപ്പർ ബോണക്കാട്ടിലേക്കാണ്. നമ്മുടെ ഈ വെളുപ്പിന് 5 മണിക്ക് വരുന്ന ബസ്സും പിന്നെ ഈ ലാസ്റ്റ് ബസ്സും അപ്പർ ബോണക്കാട്ടിലേക്ക് പോകും. നമ്മൾ ഉച്ചയ്ക്ക് വന്ന ബസ് ആയതുകൊണ്ട് താഴെ വരെ വരത്തുള്ളൂ. നമ്മളീ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കിളികളുടെ ശബ്ദം. കാറ്റിലോട്ട് തളച്ചറിയത്തില്ലല്ലേ? കുറേ ഉണ്ടല്ലോ നടക്കാൻ. നമ്മളാ താഴേന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കുറച്ച് തേരി കയറി വേണം അപ്പർ ബോണക്കാട്ടിലേക്ക് പോകാൻ. അവിടെ ഒരു സ്കൂളും ഒരു അംഗൻവാടിയും പിന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഫുള്ള് പശുക്കളാണല്ലോ. അവിടെ പോയപ്പോഴും പശു, ഇവിടെ വന്നപ്പോഴും പശു. ഇവിടെ ആൾക്കാരെ കൂടുതലും
കൃഷിയല്ലല്ലേ, കന്നുകാലി കൃഷി. കിണറേതാണ്. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് കൊണ്ടാണ് വന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത്, ഇവിടെ ഒരു ബംഗ്ലാവുണ്ട്, അങ്ങോട്ടേക്കാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ചോറ്, മുട്ട, മീൻകറി, പുളിശ്ശേരി, വെള്ളച്ചാറ്. എന്തോടാ തറന്നിറങ്ങണ കാണുന്നവരായിരിക്കും നമ്മൾ നല്ല താഴെ. ആ ടീ എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററോളം നടന്നേ. ഇനിയും കുറച്ച് മുമ്പോട്ട് പോകണം ബംഗ്ലാവിലോട്ട്. ശ്രീ കന്യമാരി അമ്മൻ ദേവി ക്ഷേത്രം. നമ്മൾ പോണ വഴിക്കൊരു പാവം അമ്മയെ പരിചയപ്പെട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഇവിടെ കൃഷിയാ? നിങ്ങള് അവരെ കുറച്ച് തോട്ടം കെട്ടി കൃഷി ചെയ്യുന്നു. അവര് എഴുതന്നോ? എഴുതിയൊന്നും തരില്ല. പൈസ കിട്ടാത്തോണ്ട് ആൾക്കാർക്ക് സ്ഥലവും ഇല്ലല്ലോ. സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ കിടക്കണവർക്ക്. പണ്ട് തൊട്ടേ കിടക്കണവർക്ക് അവർക്ക് പൈസ എഴുതി കൊടുത്തതുമില്ല, പൈസയും കൊടുത്തില്ല. ഇത്രയും വർഷമായിട്ട് ക്യാഷ് നിറക്കി ഇപ്പോൾ അതും എല്ലാവരും ജോലി ചെയ്തവർക്ക് പൈസ ഇല്ല. പോറും പൈസ ഇവിടെ ഇല്ല. ഞങ്ങൾ ബംഗ്ലാവിന്റെ താഴെ പ്ലസ് 2 വരെ പഠിച്ചിട്ട് അപ്പനാണ് അവിടെ ഇരുന്നത്. അപ്പൊ ഇവിടെ അമ്മയ്ക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന് കാണാൻ വന്നേ. കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല. എത്ര വർഷമായി? 33 കൊല്ലമായി. ജേഴ്സി ഫാമിലി ഞങ്ങൾ ക്യാൻറ്റീൻ അടച്ചു അവിടെ വീടുകള്. അവിടെ ആൾക്കാർ താമസിക്കുന്നു. ഇത് തന്നെ പണ്ട് അവർ ഞങ്ങൾക്ക് ഓരോ വീട്ടില് താമസിക്കായിരുന്നു. ഇപ്പൊ ആരും ഇല്ലല്ലോ താമസിക്കാൻ. ഇപ്പോഴുണ്ട്. അതന്നെ തൊഴിലുറപ്പ് ചെയ്യുന്നത്. തൊഴിലുറപ്പിന്റെ ഭാഗമാണോ അത്? അപ്പൊ വേറെ ബാക്കി ആൾക്കാർക്ക് ഈ 100 ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരോ മുകളിൽ പോയി. അങ്ങനെ അമ്മയായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ വീണ്ടും ബംഗ്ലാവിലോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ ഈ ബസ് വരുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ദൂരം നടക്കേണ്ടി വരും. നമ്മൾ ആദ്യം ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ഈ ബംഗ്ലാവിലോട്ട് എത്തിച്ചേരാൻ. അതുപോലെ തന്നെ തിരിച്ച് നടക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് പോകുമ്പോൾ ലാസ്റ്റ് ബസ് പോകുന്നതിന് മുമ്പ് അപ്പർ ബോണക്കാരൻ്റെ അവിടെ എത്താൻ ശ്രമിക്കണം കേട്ടോ. ആ ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല.
ആ പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇവിടെ സിമ്മിന് റേഞ്ച് കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. ആ ടവർ BSNL ആണെന്നാണ് തോന്നുന്നത്. ഇത്രയും ദൂരം നടക്കാണ്ടെന്ന് വിചാരിച്ചില്ലല്ലേ. ഇത് ചെറിയ ട്രക്കിങ് എന്നടേ. മിനി എക്സ്പിയർ കൂടെ മോനെ എന്താ സാധനം പിക്ചറാടാ, പടം വരച്ചു വെച്ചേക്കണല്ലേ. നമ്മളീ പോണ വഴി കണ്ടൊരു അടിപൊളി കാഴ്ചയാണിത്. പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതെന്തോ പറ്റിയല്ലടാ. ഇത് നമുക്ക് റിട്ടേൺ പോകാനുള്ള വഴി. ഇവിടുന്ന് റൈറ്റ് ബംഗ്ലാവിലോട്ട്. ആരും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. കിളികളുടെ കളകളം കായലോളങ്ങൾ. ഇവിടെ ആരും ഇങ്ങോട്ട് വരാറൊന്നുമില്ല. നോക്കിയാണ്. ആ ശരിയാടാ, ശരിയാടാ. പണ്ട് തൊട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ലേ? ഇപ്പോഴാണ് നടക്കണത്. റീച്ച്ഡ്. After long journey, reached Bangkok, Bangalore, 25 GB. നമ്മൾ ഈ ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴും നമുക്ക് ആ വ്യൂ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഈ ബംഗ്ലാവിൻ്റെ അകത്തുള്ള കാഴ്ചകൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതൊരു പ്രേത ബംഗ്ലാവ് എന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ ബംഗ്ലാവ് ഇവിടെ കൊണ്ടുവന്ന് പണിഞ്ഞവന് ഹാറ്റ്സ് ഓഫ്. കാരണം അത്ര മനോഹരമാണ് ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകൾ. ഇവിടുത്തെ ഒരു മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 മോർണിംഗ് ആയിരിക്കും. നമ്മളാ തിരിച്ചു പോകാനുള്ള ബസ് ഏകദേശം വരാറായി. ഇപ്പം നമ്മളിവിടെ തിരിച്ചിറങ്ങിയാണ്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. ഇത് വേറൊരു വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് തേയില തൈകളൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ?
ആരെ പേരിലാണ് നടക്കുന്നത് ഈ എസ്റ്റേറ്റ്? മഹാവീരോ? അത് പുള്ളി മരിച്ചോ? ബോംബെയിലുണ്ട്. മലയാളിയല്ല? മാർവാടിയാണ്. അവരെന്താ ഇപ്പൊ നോക്കാതെ നിൽക്കുന്ന? നടക്കാൻ പറ്റാതെ ഇതേടാ റേഷൻ കട വർക്കിംഗ് ആണോ? റേഷൻ കട വർക്കിംഗ് ആണോ? 1830 ഏക്കറുണ്ട്. കണക്കിന് 10,000 ഏക്കറുണ്ട്. അതാ മല തൊട്ട് എത്രയുണ്ട്? മുകളിൽ പോയില്ലേ, അതിന് മുകളിൽ ഒരു മര മുട്ട കാണുന്നൊരു മര. അങ്ങനെ അപ്പുറത്തെ കൃഷി ഒരാഴ്ച അങ്ങനെ ബസ് വരുന്ന അങ്ങേറ്റം 10,000 ഏക്കറുണ്ട്. 10,000. അന്നത്തെ ഇത് മല കണക്കില്ല, ഈ മല കൂടുതൽ കണക്കാണ്. അളന്ന 10,000 ഏക്കറില്ല. അപ്പൊ ഇത് ഫോറസ്റ്റുകാർക്ക് എടുക്കാനും പറ്റുന്നില്ല, ഉച്ചഭൂമിയിൽ നിന്ന് എടുക്കാനും പറ്റില്ല. പുള്ളിക്കാരൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് അവന് ആളത് മാറ്റിയാലും മറ്റുള്ളത് നോക്കും, അതും പറ്റാതിരിക്കും. ഇവിടെ എത്ര കുടുംബമുണ്ട്? നമ്മളിവിടെ ഇപ്പം ഒരു നിലവിൽ ഒരു 15 കുടുംബം. 15 കുടുംബമുണ്ട്. അവിടെ ഒരു 20 കുടുംബം. അങ്ങനെ ഓരോ സെക്ഷനിലായിട്ടുണ്ട്. ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിനവിടെ എത്തി. ഇതാണ് ആ പഴയ സ്കൂള്. 3 വരെയുള്ള നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഈ ബസ് ഇതിൽ വരെ ഉള്ളു. അടിപൊളി. ഒരെണ്ണം ഉണ്ടായിരുന്നല്ല. ഓക്കെ ഓക്കേടാ. വണ്ടി നിർത്തിയെടുത്തോ? അപ്പോൾ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള KSRTC സർവീസ് വെച്ച് നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ 2 ട്രിപ്പൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ ബോണക്കാട്. ഇതൊക്കെ കണ്ട് നിങ്ങളും യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.